നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഏകാധിപത്യത്തിന് എതിരെയുള്ള കൊടിയ പോരാട്ടത്തിലൂടെയാണ് പയ്യന്നൂർ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. ഇതേ പയ്യന്നൂരിൽ നിന്ന് CPMലെ കൊടിയ കൊള്ളയ്ക്കെതിരെ ഇന്നലെ ഒരു കൊടി ഉയർന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത് സംഭവിച്ചത്. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V. കുഞ്ഞികൃഷ്ണനാണ് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ദിനം പൊട്ടിവിരിഞ്ഞ ഒരു ബോധോദയമല്ല ഇത്. മാസങ്ങളായി തുടരുന്ന ഒരു പോരാട്ടത്തിൻ്റെ ഒടുവിലത്തെ പൊട്ടിത്തെറിയായിരുന്നു. ഇന്നലെയായിരുന്നു V. കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പയ്യന്നൂരിൽ നടന്ന ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പാണ് പ്രശ്നങ്ങളുടെയും പുസ്തകത്തിൻ്റെയും അടിസ്ഥാനം. പരേതനായ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് C. മാത്യുവാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ചെങ്കോട്ടയായ കണ്ണൂർ ജില്ലയിലാണ് CPMനെ വെല്ലുവിളിച്ച് V. കുഞ്ഞികൃഷ്ണൻ പുറത്തു ചാടിയിരിക്കുന്നത്. പാർട്ടിക്കെതിരെ കമാന്നുരക്ഷരം വേണ്ടിയാൽ കഴുത്ത് കാണില്ലാത്ത ജില്ലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണവും പാർട്ടിയുടെ പ്രതിരോധവും നടന്ന കാലങ്ങളിലൊന്നും ഈ വെല്ലുവിളികൾ ഇത്ര ശക്തമായിരിക്കുമെന്ന് CPM പ്രതീക്ഷിച്ചിരുന്നില്ല. പാർട്ടിയുടെ എല്ലാ തിട്ടൂരങ്ങളെയും മറികടന്ന് അത്രമാത്രം ആളുകൾ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കുഞ്ഞികൃഷ്ണനെതിരെ പ്രതിരോധവും പ്രത്യാക്രമണവും പാർട്ടി ആരംഭിച്ചിരുന്നു. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ജനങ്ങളിൽ നിന്ന് പിരിച്ച പണത്തിൻ്റെ കണക്കറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ലെന്ന് വരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി VV രാകേഷ് പ്രസ്താവിച്ചു. ഇതുതന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറച്ചുകൂടി കടുപ്പത്തിൽ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിതാണെന്ന് ജനമറിഞ്ഞു. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഉച്ചനേരം കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടിലേക്ക് പാർട്ടി പ്രകടനം നടത്തുകയും കുഞ്ഞുങ്ങൾ മാത്രമുണ്ടായിരുന്ന വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ആ ഗ്രാമം ഭയത്തോടെയും വിറങ്ങലിപ്പോടെയും കണ്ടു. ഇതേ തുടർന്ന് കുഞ്ഞികൃഷ്ണൻ അനുകൂലികളും പ്രകടനം നടത്തി. ഇത് പാർട്ടിയെ നടുക്കി. പാർട്ടിക്കെതിരെ ഇങ്ങനെ ഒരു പ്രകടനം CPM പ്രതീക്ഷിച്ചതായിരുന്നില്ല. അതിൻ്റെ ബഹിർസ്ഫുരമെന്നോണം അന്ന് രാത്രി കുഞ്ഞികൃഷ്ണൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് ബൈക്ക് കത്തിച്ചു. ഇതേ പ്രകടനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് സർഗം ദാമു എന്ന ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോകൾക്ക് വിലക്കേർപ്പെടുത്തിയത്. ബാലസംഘത്തിൽ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞ 40 വർഷത്തിലേറെയായി CPMൽ പ്രവർത്തിക്കുന്ന സർഗം ദാമുവിനോടാണ് പാർട്ടി പകവീട്ടിയിരിക്കുന്നത്. നാടക പ്രവർത്തനം കൂടിയായ ദാമു അഭിനയിക്കുന്ന നാടകങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും CPM നിലപാടുകൾ ജനമനസ്സിലേക്ക് പകരാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനും ഒതുങ്ങിയിട്ടുള്ള കാര്യം പോലും പാർട്ടി മറന്നു. അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് DYFI വേളൂർ ലോക്കൽ കമ്മിറ്റിയായിരുന്നു ദാമുവിൻ്റെ 60 ഫോട്ടോകൾ അടങ്ങിയ പ്രദർശനം നടത്തിയത്. ഇതിനെയാണ് CPM മേൽക്കമ്മിറ്റി വിലക്കിയത്. ഇങ്ങനെ കണ്ണൂർ രാഷ്ട്രീയം തിളച്ചുമറിയും നേരത്താണ് കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശനം നടന്നത്. പാർട്ടിയും കുഞ്ഞികൃഷ്ണനും പ്രതീക്ഷിച്ചതിനപ്പുറം ജനങ്ങളാണ് കർമ്മത്തിനെത്തിയത്. അവിടെ വെച്ച് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അച്ചടിച്ച പുസ്തകങ്ങൾ മുഴുവൻ ജനം വാങ്ങി തീർത്തു. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും പാർട്ടി കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്നുമായി 1 കോടിയോളം രൂപ ചില പാർട്ടി നേതാക്കന്മാർ വെട്ടി നിരത്തിയെന്നാണ് കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരിക്കുന്നത്. 50 വർഷത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് കുഞ്ഞികൃഷ്ണൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞികൃഷ്ണൻ ഒരു വിശുദ്ധനാണെന്ന് പറയാനാകുമോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ 50 വർഷവും CPM ശുദ്ധമായ വഴികളിലൂടെ മാത്രമായിരുന്നു പാർട്ടി സഞ്ചരിച്ചിരുന്നത്. അല്ല, അന്നൊക്കെ കുഞ്ഞികൃഷ്ണൻ്റെ ധർമ്മബോധം എവിടെയായിരുന്നു? ഇന്ന് ദേശീയ നേതാവാകേണ്ടിയിരുന്ന ഒരു മുൻ MLAയുടെ മകളോട് പാർട്ടി നേതാവ് കാട്ടിയ ലൈംഗിക അതിക്രമത്തെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാതെ ഒതുക്കി തീർത്തപ്പോൾ കുഞ്ഞികൃഷ്ണന് ശബ്ദമില്ലായിരുന്നു. മുൻ MLA പാർട്ടിയിൽ ഒതുക്കുകയും അതിക്രമം നടത്തിയ നേതാവിന് അനർഹ സിംഹാസനങ്ങൾ സമ്മാനിക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ രക്തം തിളച്ചില്ലേ? പാർട്ടിയുടെ വലതു വ്യതിയാനങ്ങൾക്കെതിരെ പരേതനായ VS പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് കുഞ്ഞികൃഷ്ണന് എന്നാണ് ഒരു പുത്തൻ ധാർമ്മിക ബോധം രൂപപ്പെട്ടത്. 52 വെട്ടുവെട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഇറച്ചി കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ രക്തത്തിൻ്റെ ചൂട് 0 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. ക്യാൻസർ രോഗിയായ സഖാക്കളുടെ പോലും വിയർപ്പിൻ്റെ പണം വെട്ടിത്തിന്ന് കരുവന്നൂർ ബാങ്കിനെ ഉപ്പുകലമാക്കി നേതാക്കന്മാർ തടിച്ചു വീർത്തപ്പോൾ ഒരു ബാങ്ക് ജീവനക്കാരൻ്റെ ധാർമ്മിക ബോധം പോലും കുഞ്ഞികൃഷ്ണനിൽ കണ്ടിട്ടില്ലല്ലോ. ഇതിനൊക്കെതിരെ പ്രതികരിച്ചവരെ പാർട്ടിയിൽ നിന്ന് നിരനിരയായി പുറത്തേക്ക് വിട്ടപ്പോൾ സഹതാപ ഭാവത്തിലെങ്കിലും അവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പോലും കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞില്ലല്ലോ. അന്നൊക്കെ അവർക്കെതിരെ ആയിരുന്നില്ലേ കുഞ്ഞികൃഷ്ണൻ്റെ നാവ് പൊന്തിയത്? കണ്ണൂരിൽ നിന്ന്
നിരവധി അഴിമതികളുടെയും അതിക്രമങ്ങളുടെയും കഥകൾ ഉയർന്നു വന്നപ്പോഴൊക്കെ ഒരു ന്യായീകരണ തൊഴിലാളിയുടെ വേഷമായിരുന്നില്ലേ കുഞ്ഞികൃഷ്ണൻ കെട്ടിയാടിയത്? ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞികൃഷ്ണൻ ഒരു വിശുദ്ധനാണെന്ന് വിശ്വസിക്കണോ? ഛേ വേണ്ട അല്ലേ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.